ഓ മടുത്തടി ഈ ബാക്ക് സ്റ്റാബിങ്ങും ഓഫീസ് പൊളിറ്റിക്സും അതിനിടയ്ക്ക് ടാർഗറ്റും കംപ്ലീറ്റ് ചെയ്യണം. ഈ കോർപ്പറേറ്റ് ലൈഫ് ഒക്കെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും പരിപാടി തുടങ്ങിയാലോ എന്നുണ്ട്, ഒരു ബിസിനസ് പോലെ വല്ലോ. പക്ഷെ അതിനുള്ളൊരു ധൈര്യമില്ല, റിസ്ക് എടുക്കാനും പറ്റുന്നില്ല. റിസ്ക് എടുക്കാണ്ട് എന്തേലും നടക്കുമോ മോളെ? എന്തേച്ചി റിസ്ക് എടുക്കാണ്ട് വല്ലതും നടക്കുമോ മോളെ? ഞാൻ തന്നെ റിസ്ക് എടുത്തോണ്ടല്ലേ ഇവിടം വരെ എത്തിയത്. അതെന്താ കഥ? നമുക്ക് സമയം ഉണ്ടെങ്കിൽ വരുവാണെ പറഞ്ഞ സമയം ഇവിടെ എന്താ പരിപാടി? ഇവിടെയാണ് പരിപാടി. ചേച്ചിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോ പാർക്കിലെ ജോലി വിട്ടിട്ടാണ് ഈ സംരംഭം തുടങ്ങിയത്. അപ്പോൾ നമുക്ക് അത് തന്നെ ഇൻഫോ പാർക്കിലെ എല്ലാവരും ആണെങ്കിലും പ്രത്യേക ഒരു സന്തോഷമാണ് ഒരു സംരംഭം പുറത്തിറങ്ങി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നത്. ആദ്യമൊക്കെ ഒരു മടുപ്പൊക്കെ ഉണ്ടായിരുന്നു, റോഡിൽ നിന്ന് ഇങ്ങനെയൊക്കെ അത് സ്വന്തം ജോലി ചെയ്ത സ്ഥാപനത്തിനും അപ്പം നമ്മൾ ജീവിക്കാൻ വേണ്ടിയല്ലേ, നമ്മൾ ആരെയും ബോധിപ്പിക്കാനല്ലല്ലോ. ജോലി ചെയ്യാൻ വന്നപ്പം വന്ന് പറഞ്ഞു ഇവിടെ സെയിൽ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. കാരണം ഇപ്പം അവരുടെ ബിൽഡിങ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴേ എൻ്റെ പഴയ ഓട്ടോയുടെ കാര്യം ഞാൻ ഓർത്തേ. റോഡ് എല്ലാവർക്കും അവകാശപ്പെട്ടാണ്, അങ്ങനെയാണ് റോഡിൽ നിന്ന് സെയിൽ. അങ്ങനെ ഞാൻ വെയിലൊക്കെ കൊണ്ട് തൊപ്പിയൊക്കെ വെച്ചിട്ടായിരുന്നു ആദ്യം 2 വീലറിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ തളർന്നു പോയില്ല. എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ജയിക്കാൻ പറ്റും. ചേച്ചി ഒരു ടൈമിൽ ഇവിടെ വന്നിരുന്നിട്ട് സങ്കടപ്പെടുന്ന ഒരു സീൻ ഞാൻ കണ്ടു. 3-4 മണി വരെ നിന്നതെടുത്ത് ഇപ്പം നമ്മൾ ഫുഡ് വേണം, ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പോൾ ഇവിടെ ആളുകൾ, പിന്നെ അടുത്ത എവിടെന്നെങ്കിലും മേടിച്ചുകൊണ്ട് പോകേണ്ട സ്റ്റേജ്. ഇൻഡിപെൻഡന്റ് സ്ട്രോങ് വുമൺ ആയിട്ട് തോന്നുന്നുണ്ട്. ഇത്രയും ധൈര്യം ഏതായാലും സബിതരെ കൊണ്ടേ പറ്റുള്ളൂ ഇങ്ങനെ ഒന്ന് ചെയ്യാനൊക്കെ. എല്ലാവരും റിസ്ക് എടുക്കാൻ പേടിയുള്ളതുകൊണ്ടാണ് ആരും ചെയ്യാത്തത്. റിസ്ക് എടുത്താലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ആരെയും പറ്റിക്കാനും ചതിക്കാനല്ല, നമ്മുടെ ജീവിതം നമ്മുടെ മക്കളെ വളർത്താനും നമ്മളെങ്ങനെ സേഫ് ആവുമെന്നും പറഞ്ഞാൽ നമ്മളൊരു ജോലിക്ക് ഇറങ്ങുന്നത്. ഇപ്പം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പം മോള് 10ാം ക്ലാസ്സിലും മോൻ 6ാം ക്ലാസ്സിലും. പിന്നെ അവരെ ഒരു മിടുക്കരാക്കി എടുക്കണം. അപ്പം അതിനുവേണ്ടി ജോലി ചെയ്ത് ജീവിക്കാൻ ഇറങ്ങി. അപ്പം മനുഷ്യർ സമ്മതിക്കത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ, ഒറ്റയ്ക്ക് നമ്മൾ നേടാമെന്ന് വിചാരിച്ചു. ബിസിനസ് ഒക്കെ റിസ്ക് അല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ചേച്ചി പറയുന്നത് ഇതൊക്കെ റിസ്ക് മാതിരി എന്നാ. അതിനൊരു കാരണമുണ്ട്. ഒന്നല്ല, എത്ര ഔട്ട്ലെറ്റ് ആയി ചേച്ചി ഇപ്പോൾ? 2 2ഇടത്താണ് ചേച്ചിയുടെ ഈ ഓട്ടോ വണ്ടി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അകത്ത് കുറേ ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ ഇവിടെ വന്നു വെച്ചാൽ ഭക്ഷണം മേടിക്കും. മോശമായ ഒരു ഫുഡാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. ഇന്ന് വാങ്ങിക്കും, നാളെ മേടിക്കുമോ? അപ്പോൾ നല്ല ഫുഡാണ്. എங்க തമിഴ്നാട് ഫുഡ് മാത്രമേ நல்லா இருக்கு. എന്നും ഇതുവഴിക്കാൻ നടക്കുക, പക്ഷെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ 2ാം തവണയാണ്. നല്ലത് തന്നെ. ഞാൻ ബികോമും കമ്പ്യൂട്ടറും പഠിച്ചതാണ്. എന്ത് ജോലി ചെയ്താലും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. വെറും 7 മാസം മുൻപ് സബിതേച്ചി ഇതേ സ്ഥലത്ത് പ്രതീക്ഷയായിട്ട് നിന്നിരുന്നു. പക്ഷെ ഇന്ന് ചേച്ചി ഭക്ഷണ പൊതികളുമായി പറക്കുകയാണ്. ഇതേപോലെ നിങ്ങൾക്ക് കോൺഫിഡൻസും അതേപോലെ ശുഭാപ്തി വിശ്വാസവും വെറൈറ്റി ഐഡിയാസും ഒക്കെ ഉണ്ടെങ്കിൽ ബിസിനസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മളെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഞങ്ങൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം. വീണ്ടും കാണാം.